ഐ എം എ ബിഗ് ഫാൻ ഓഫ് സാക്ക് സ്നൈഡർ, പിന്നെ മാർവൽ, DC ഈ കോമിക്കുകളെല്ലാം കണ്ട് ആ ഒരു രീതിയിലൊരു സാധനം ചെയ്യണം എന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജി ശിവൻ. ഇതൊരു മേക്കിംഗ് വീഡിയോയോ ബിഹൈൻഡ് ദ സീൻ അങ്ങനത്തെ പരിപാടികളല്ല. റിവൈവ് എന്ന വെബ് സീരീസിൻ്റെ VFX പാർട്ട് മാത്രം കവർ ചെയ്യുന്ന വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ. ആക്ച്വലി റിവൈവിൽ മാത്രമല്ല നമ്മൾ ആ ഒരു എമൗണ്ട് ഓഫ് VFX ഇട്ടിരിക്കുന്നത്. അതിന് മുൻപും ഉണ്ടായിട്ടുള്ള വീഡിയോകളിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള VFX നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മീറ്റ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ ഈ ക്ലിപ്പുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മുറിവുകൾ, അത്രയും ഡീപ്പായിട്ടുള്ള വോൺസ് നമ്മൾ ഒരു മാർക്കിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഭാഗത്ത് മുറിവുകൾ ഉണ്ടാവും. പക്ഷെ അത് ചെയ്തിരിക്കുന്നത് ബാക്കി VFXൽ വന്നിട്ട് നമ്മളത് എൻലാർജ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മീറ്റിലെ മറ്റൊരു ഷോട്ടാണ് ഇത്. ഇതിലുള്ള ഈ ഷോട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ പറഞ്ഞ രീതിയിൽ VFX യൂസ് ചെയ്തിട്ട് ആ തല കട്ട് ചെയ്യുന്ന പരിപാടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ റിവൈവിൻ്റെ കാര്യത്തിന് എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഇല്ല. ഇനിയൊരു ക്ലിപ്പും കൂടെ കാണാം. എനിക്കൊരു പെങ്ങളുണ്ട്. ഒരു കല്യാണം നടത്തേണ്ട കഷ്ടപ്പാട് എനിക്ക് നല്ല പോലെ അറിയാം. നിങ്ങൾക്ക് ഇവരെ സ്വീകരിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിലിപ്പോൾ എന്തോ ഒരു ചെറിയൊരു സീൻ. പക്ഷേ ഇതിൽ ആ പുള്ളിക്കാരൻ്റെ ആ താടി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് ആ ഒരു വൈറ്റ് ഉണ്ടായിരുന്നില്ല, ആ ഒരു ഗ്രേ ഹെയർ, ആ ഒരു നര ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിപ്പിനെ എടുത്തിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ പറയുന്ന രീതിയിൽ ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ കുറച്ചുകൂടെ നര ആഡ് ചെയ്യുകയാണ് ചെയ്ത്. അതായത് ഇതുപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ മുൻപും നമ്മളുടെ വീഡിയോകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ പേര് ഏണി എന്നാക്കിയത് ഇറ്റ്സ് ഹിലേറിയസ്. പക്ഷേ ആ ഒരു രീതിയിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിലിങ്ങും ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ ഹിഡൻ ഡീറ്റെയിൽസ് വെക്കാൻ പറ്റും. കഥയ്ക്കും ആ ഒരു ഫീലിനും വേണ്ടി പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇതുപോലെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലെറ്റ് ഇൻ ടു റിവൈവ് ദ മെയിൻ കോഴ്സ്. റിവൈവ് ചെയ്യുന്നതിന് മുമ്പ് മൈൻഡിലുണ്ടായിരുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇത് ഡിഫറൻ്റ് ആയിരിക്കണം. ആ ചെറുക്കനെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാവുക. രണ്ട്, പെട്ടെന്ന് മറ്റൊരാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിയേഷൻ ആയിരിക്കണം. മൂന്ന്, ഇതൊരു വൻ പരിപാടിയായിരിക്കണം. നിങ്ങൾ റിവൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി കാണാത്തവരാണെങ്കിൽ പ്ലീസ് ചാനലിൽ ആ 3 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്, പോയി സപ്പോർട്ട് ചെയ്യുക. സോ റിവൈവ് കണ്ട ആളുകളിൽ കൂടുതൽ പേരും പ്രൈസ് ചെയ്തിട്ടുള്ളൊരു സീനാണ് ഈ ഒരു സാധനം. ഐ എം എ ബിഗ് ഫാൻ ഓഫ് സാക്ക് സ്നൈഡർ, പിന്നെ മാർവൽ, DC ഈ കോമിക്കുകളെല്ലാം കണ്ട് ആ ഒരു രീതിയിലൊരു സാധനം ചെയ്യണം എന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു റിവൈവ് എന്ന് പറയുന്ന ഒരു പരിപാടി, ഈ ഒരു ഐഡിയ മൈൻഡിലേക്ക് വന്നത്. റിവൈവിൻ്റെ ലുക്ക്, ഓൾമോസ്റ്റ് ആ ഓവറോൾ ലുക്ക് സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്ന മൂവിയുടെ ലുക്ക് പോലെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രീഡി, ചാർക്കോളിക്, ആ ഒരു ഗ്രേയിഷ് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ ടോൺ വേണമെന്ന് ഓൾറെഡി തീരുമാനിച്ചു. അതിനുശേഷമാണ് ഷൂട്ട് തന്നെ പോകുന്നത്. സോ അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ് ഈ അഘോരി. അതായത് 5000 വർഷങ്ങൾക്ക് മുൻപുള്ള അഘോരി പോലും ആ ഒരു UFO സീന് കാണുന്നു എന്നുള്ളത്. ഈ ഷോട്ടിൽ കാണുന്ന ക്ലൗഡ്സ്, UFO അതെല്ലാം നമ്മൾ ഈ രീതിയിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അതിൽ എലമെൻറ്റ് 3D എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്. അതിലാണ് ഇതിൻ്റെ 3D വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കഥയിലെ ഒരു മെയിൻ പ്രോപ്പർട്ടി, മെയിൻ ക്യാരക്ടർ എന്ന് തന്നെ പറയാം ഈ ഒരു സൈഫൈ ഒരു ഏലിയൻ ഡ്രോണിനെ. പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ പുൾ ഓൺ ചെയ്യും? കാരണം ഒരു ഹാങ്ങർ ഉണ്ടാവില്ല, നമ്മൾക്കത് പിടിച്ചിട്ട് വരാൻ പറ്റില്ല, അത് പറന്ന് വരണം, അത് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞപ്പോൾ കഥ വൈസ് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സാധനം അങ്ങനെ പറന്ന് വരുന്നു, നമ്മളുടെ അടുത്തേക്ക് വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നെല്ലാം പറയുമ്പോൾ, അത് കഥ വൈസ് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ, നമ്മുടെ ടീമിനോട് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. കാരണം നമ്മളൊരു എംപ്റ്റി പ്ലേറ്റ് ഷൂട്ട് ചെയ്യണം, ആ ഡ്രോൺ എങ്ങനെ മൂവ് ചെയ്യും, അത് എത്ര സ്പീഡിൽ നമ്മുടെ ക്യാമറയുടെ മുൻപിൽ കൂടെ പോകും എന്നെല്ലാം നമ്മൾ മെഷർ ചെയ്യണം. ആ ഒരു തോട്ട് ഉണ്ടാവണം. ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ഷൂട്ട് ചെയ്തത് സുധീഷ് സുകുമാരൻ
തൂവൽ ഫോട്ടോഗ്രാഫിയിലെ നമ്മുടെ അനിയനാണ്. എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് വിഷ്വലി നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം വരും, നമ്മളിങ്ങനെ പോകും എന്നൊക്കെ പറയുമ്പോൾ അത് എളുപ്പമായിരുന്നു. പക്ഷെ ആ ഒരു സെറ്റിലെത്തിയിട്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്, അത് അവനും എനിക്കും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, ആക്ട് ചെയ്യുന്ന ആൾക്കും, ആക്ട് ചെയ്തിരിക്കുന്നത് വൈശാഖ് എന്ന് പറയുന്നൊരു ചേട്ടനാണ്. ഹി ഡിഡ് അമേസിങ് ജോബ്. ഐ മീൻ താങ്ക് യു എൻ്റയർ ടീം. കാരണം ഇങ്ങനെ ഒരു കഥ നമ്മളിതുവരെ ചെയ്യാത്തൊരു പരിപാടി. പിന്നെ എനിക്കറിയില്ല മലയാളത്തിൽ, ഐ മീൻ തള്ളു പോലെ ഉണ്ടാവുമോ, എന്നെ വിശ്വസിച്ചെന്ന് എൻ്റെ ടീം. ലവ് യു ഗൈസ്. ആ ഒരു കൺഫ്യൂഷൻസിനെ എല്ലാം മറികടന്ന് ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു വിഷ്വലിലേക്ക് നമ്മളെത്തി. ഈ ഒരു ഷോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഐ മീൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീന് ഞാൻ ഇതപ്പോൾ പ്ലേ ചെയ്യാം. റൈറ്റ്, ആക്ടറിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻസ് എൻ്റെ കയ്യിലേക്ക് നോക്കുക. എൻ്റെ കൈയാണ് ഡ്രോണ്, അതാണ് നിങ്ങളോട് ഇനി ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുക, തല ആ ഒരു ഐ കോണ്ടാക്റ്റ് മിസ്സാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ഫൺ. അതായത് കാണുമ്പോൾ ഒരു സെൻസും തോന്നില്ല, ഇത് എന്താണെന്ന് കാണുന്നവർക്ക് പോലും തോന്നില്ല. ഒരു ഫൈനൽ ഔട്ട് കാണുന്ന സമയത്ത് നമുക്കിത് ഇതെങ്ങനെ ഉണ്ടാക്കി എന്നേ തോന്നുള്ളൂ. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. മെയിനായിട്ട് ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലില്ല, എല്ലാം നമ്മൾ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ കൂടെയുള്ളവരും വിശ്വസിച്ചിട്ടൊരു കാര്യം ചെയ്യുന്നു. ആ സമയത്ത് ഇത് വർക്കാവില്ലയോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സാധനം വരാതിരിക്കുകയോ എന്നെല്ലാം ഡൗട്ടുകളുണ്ടാവും. പക്ഷേ അവരെന്നെ വിശ്വസിച്ചു, ഞാൻ ഈ പ്രോസസ്സിൽ വിശ്വസിച്ചു, അങ്ങനെ ഈ ഷോട്ട് ഉണ്ടായി. താങ്ക് യു. ഇത് കണ്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത കുറച്ച് എല്ലാവർക്കും താങ്ക് യു. കാരണം ആ ഒരു എപ്പിസോഡ് അവിടെ നിൽക്കേണ്ടതായിരുന്നു ഈ വീഡിയോ. പക്ഷെ പിന്നെയും നിങ്ങൾ തന്നിട്ടുള്ള കമൻസും നിങ്ങൾ തന്നിട്ടുള്ള റെസ്പോൺസും കൊണ്ടാണ് ഞാൻ പിന്നെയും ഓക്കെ ഫൈൻ ഇതൊരു വെബ് സീരീസ് ആക്കാം എന്നുള്ളൊരു രീതിയിൽ പിന്നെയും പോയത്. ഈ സീനിലെ ഹോളോഗ്രാംസ്, ഐ എം എ ബിഗ് ഫാൻ ഓഫ് അയൺമാൻ മൂവീസ്. അയൺമാൻ എന്ന് പറയുന്ന സിനിമ കാണുന്നതാണ് ഞാൻ VFX എന്ന് പറയുന്നൊരു പരിപാടിയോട്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് വരാനുള്ളൊരു വലിയ കാരണം ആ ഒരു മൂവിയാണ്. അതിലെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഹോളോഗ്രാംസ് ആണ്. സോ ഞാൻ ഒരു സൈഫൈ പരിപാടി ചെയ്യുന്ന സമയത്ത് എനിക്കിതെങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ വരുന്ന മറ്റൊരു മേജർ പരിപാടി എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്റർ സീക്വൻസ് ആണ്. ഇത് നമ്മുടെ ടീമിനോട് പറയുമ്പോഴും അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതേസമയം കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങനെ ഹെലികോപ്റ്റർ എക്സ്പ്ലോഷൻ, ഹെലികോപ്റ്ററിന് അകത്തിരിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഷോട്ട് അടക്കമുണ്ട്. ഇതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് വറീഡായിരുന്നു. നടക്കോ നോക്കാം എന്നായിരുന്നു. ലക്കിലി നമുക്ക് ഈയൊരു ഔട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഇതിനെല്ലാം ഈ പറയുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ മേക്കിങ്ങുകൾ ഇങ്ങനെ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് അത്രയും സമയം വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം. സമയം ആവശ്യമായി നല്ലപോലെ ആവശ്യം വന്നു. ഒരു 4 ദിവസം ഷൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ 14-15 ദിവസം ഇതിൻ്റെ എഡിറ്റിന് വേണ്ടി നമുക്ക് ഇരിക്കേണ്ടി വന്നു. കയ്യിലുള്ള മിനിമം റിസോഴ്സ് കൊണ്ട് നമുക്ക് മാക്സിമം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. റിവൈവ് സീരീസിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ടൈം ട്രാവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ഈ 3ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് അജിത് ഏട്ടനാണ്, ഫസ്റ്റ് ക്ലിക്ക് സ്റ്റുഡിയോയിലെ. ഇത് ചെയ്യുമ്പോൾ ഈ ഒരു സീക്വൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. അതായത് ഇങ്ങനെ വർക്കാവില്ലയോ എന്നുള്ളതിനപ്പുറം ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. 5 മിനിറ്റിന് ശേഷമുള്ള ആഡം 5 മിനിറ്റിന് മുൻപുള്ള ആഡമിനെ
മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് ഫ്രെയിം വെച്ചിട്ട് ഒരാൾ ഇവിടെ നിന്ന് വന്നിട്ട് ഹായ് പറയുക, ഒരാൾ ഇവിടെ നിന്ന് ഒരു ഹായ് പറയുക, അങ്ങനെയൊക്കെയുള്ള സീൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒന്ന് ഓണാക്കി വെച്ച് ഇവർ 2 പ്ലേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, മൂവ്മെൻ്റ് ഉണ്ട്. ഒരാൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾ പിറകിൽ ഓടുന്നുണ്ട്. പിറകിൽ ഓടി വരുന്നത് എൻ്റെ കസിനാണ് അബിൻ. അപ്പോൾ ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. കാരണം നമുക്ക് കൺവിൻസ് ചെയ്യണം, പാളിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിറകിൽ വരുന്നത് മറ്റൊരാളാണെന്ന് അറിയും. ഇതിലും അതുപോലെ റോട്ടോ ചെയ്ത് അവരുടെ സ്കിൻ ടോൺ മാക്സിമം മാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫൈനലി എപ്പിസോഡ് 3ൻ്റെ ക്ലൈമാക്സ്. ഇത് വളരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അജിത്തേട്ടനും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. UFO ആകാശത്ത് കാണിക്കുന്നത് ഓക്കെ, അതെങ്ങനെ തറയിൽ തട്ടി നിൽക്കുന്നുണ്ട്, ഇവരതിനടുത്തേക്ക് പോകുന്നുണ്ട്, അത് അവരും ഈ പറയുന്ന രീതിയിൽ എൻ്റെ ഒരു കോൺഫിഡൻസിൽ അവർ വിശ്വസിച്ച് എല്ലാവരും വന്ന് ചെയ്തു എന്നുള്ളതാണ്. ഐ മീൻ ഈ റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. സോ അവർക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓക്കെ. ആ മൊത്തത്തിൽ അതായത് നീ ഇങ്ങനെ ഭയങ്കര സൈഡിൽ വരിക, അങ്ങനെ വന്നിട്ട് അവിടെ എത്തിയിട്ട് അടുത്ത സെക്കൻഡിൽ അങ്ങനെ സ്വിച്ച് ആവണം. ഓക്കെ, ഞാൻ സൗണ്ട് ആ ഒരു ലെവൽ ഓഫ് റിയാക്ഷൻ വേണം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സീനാണിത്. ഐ മീൻ ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. എനിക്കറിയാം ഇതൊരിക്കലും ഒരു ട്യൂട്ടോറിയൽ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് പോലെ എന്നുള്ളൊരു പരിപാടിയല്ല. നമ്മളെങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഇതിൽ എന്തൊക്കെ ഡൗട്ട് വരാം എന്നുള്ളതിനുള്ളൊരു സാധനമാണ്. കാരണം എൻറ്റയർലി empty ആയി കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു UFO ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏലിയൻ ഡ്രോൺ ഉണ്ട്, അല്ലെങ്കിൽ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളെ 5 മിനിറ്റിന് ശേഷം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടോ അല്ലെങ്കിൽ പറയുമ്പോൾ ഭയങ്കര ഇംപ്രാക്ടിക്കലൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ മിനിമം റിസോഴ്സും മാക്സിമം എഫേർട്ടും അത് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് പോസിബിൾ. താങ്ക് യു ആൾ. നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ റിവൈവ് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ റെസ്പോണ്ടാണ് നമ്മൾ അടുത്ത വർക്ക് എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കുന്നത്. യൂട്യൂബാണ്. കാരണം ഒന്ന് വർക്കായി അതിൽ കൂടുതൽ വ്യൂസ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ. കൂടുതൽ ആളുകളിലേക്ക് എത്തണം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജെനുവിൻ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ഞാൻ എൻ്റെ ടീമിനോട് നന്ദി പറയുന്നു. താങ്ക് യു. ലവ് യു.